ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാര് ഇറ്റ്സ് നോട്ട് ദ റിയൽ പേഴ്സൺ. മൈറ്റ് ബി ടോക്സിക് പീപ്പിൾ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ റൂം. യുവർ ഇൻറ്റ്യൂഷൻസ്, യുവർ ഓറ, യുവർ എനർജി, അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. എനിക്ക് പെൺകുട്ടികളെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഒരു ബാഗ് എടുത്ത് അടിച്ചതിന് ശേഷം മുഖത്തൊക്കെ സംസാരിക്കാൻ റൂൾ ബുക്ക് പോലെ പണ്ട് കാരണവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അനുസരണ, പാചകം, കൈപുണ്യം. അത് ഫോളോ ചെയ്യാത്തവരൊക്കെ മോശപ്പെട്ട പെണ്ണുങ്ങളാ. അത് കഴിഞ്ഞ് അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ് ലോകപ്രസിദ്ധനാ തനി രാവണൻ 10 തലയായവന്. നമ്മളെ സ്ട്രേഞ്ചേഴ്സ് ആണ് നമ്മൾ എക്സാക്ട്ലി നമ്മുടെ ഓഡിയൻസ്. അവർ നമ്മളെ മുൻവിധികളില്ലാതെ കാണും. If you feel there is a negative aura energy from a person approaching you, step back. Just say no. അത്യാവശ്യം ട്രസ്റ്റ് ചെയ്ത ഒരാളെടുത്ത് വലിയൊരു 8ന്റെ പണി കിട്ടിയപ്പോഴാണ് ഇത്രയും നല്ലവനായ ഉണ്ണി ആ രൂപക്കുട്ടിന്ന് കർത്താവിനെ ഇറക്കിക്കുക, ഈ പുള്ളിയെ പിടിച്ചിരുത്തവിടെ എന്ന് പറഞ്ഞാൽ I'm just having fun in making the content. പക്ഷെ അതിൽ കൂടെ പൈസ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, സ്വന്തമായിട്ട് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി ഓൺട്രപ്രണേഴ്സിന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ എല്ലാവർക്കും ഈ ഒരു സ്പേസ് ലവറേജ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എല്ലാവരെയും പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചിന്തകളും അല്ലെങ്കിൽ ഒരുപക്ഷെ ചെറുപ്പകാലത്ത് കിട്ടിയ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കളിയാക്കലായിരിക്കാം, അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിനൊക്കെ ഉണ്ടായിട്ട് സ്വന്തമായിട്ട് ഇതിനൊക്കെ നമുക്ക് അതിജീവിച്ച് നമ്മുടെ ഒരു സ്പേസ് കണ്ടെത്താം എന്ന് പ്രൂവ് ചെയ്ത ഒരു യുണീക്ക് കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് ഇന്നെൻ്റെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം അനു എലിസ. വെൽക്കം ടു ദ ഷോ. നമ്മൾ പറയാറുണ്ട്, ഇപ്പം അനുവിൻ്റെ കോണ്ടന്റ് കാണുന്ന ഒരാൾക്കും മനസ്സിലാവില്ല അനുവിന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത്. എന്താണ് അനുവിൻ്റെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? സംസാരിക്കുമ്പോൾ വിക്ക് കുഞ്ഞിലെ മുതലുണ്ട്. ഞാൻ ആരും ചോദിക്കുക എപ്പം വല്ലാന്ന് ചോദിക്കാൻ ഞാൻ പറയും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉണ്ടെന്ന് പറയും വിക്ക്. അപ്പോൾ കുഞ്ഞിൽ കൂടുതലായിരുന്നു. പിന്നെ കുറച്ച് സ്പീച്ച് തെറാപ്പി ഒക്കെ ചെയ്തു. പിന്നെ ഞാനെ പറ്റി അതിങ്ങനെ മൈൻഡ് ചെയ്തൊക്കെ ഇരിക്കുന്നത്. ലൈക്ക് ആദ്യം ഭയങ്കര എന്നെ തന്നെ ഐസൊലേറ്റ് ചെയ്യുന്നത്. അതൊരു കാരണമായിരുന്നു എനിക്ക് സ്കൂളിൽ പഠിക്കാതിരിക്കാൻ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാനൊക്കെ ഉള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഞാൻ അതൊക്കെ കാണാറുണ്ടായിരുന്നു. പിന്നീട് എന്താ പറയുക, മമ്മിക്ക് അസുഖമൊക്കെ ആയപ്പോൾ പിന്നെ മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് മമ്മിയുടെ പേര് മേരി മാത്യു എന്നുള്ള പേര് എനിക്ക് കൗണ്ടറിൽ പറയാൻ പറ്റില്ല. അതുപോലെ ഞാൻ വിക്കിപ്പോൾ ഐ വാസ് ലൈക്ക് ഷിറ്റ് മാൻ, ഐ കാണ്ട് ഈവൻ ഡൂ ദിസ്. അതിനുശേഷം ഞാൻ എന്നെ തന്നെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് തുടങ്ങി. എനിക്കിത് കുറച്ചെങ്കിലും മാറ്റണം അറ്റ്ലീസ്റ്റ്. കാരണം നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ എനിക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആൻഡ് ദിസ് ഇസ് ദ ബ്ലോക്കേജ്. ദെൻ ആ മൊമെന്റ് എനിക്ക് തോന്നിയത് ഇതിലെന്തേലും മാറ്റം വരത്തില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ. ഞാൻ ഐ തിങ്ക് കോളേജിൽ പഠിക്കുമ്പോൾ, ഞാൻ ബികോം പഠിക്കുന്ന സമയത്ത് ആക്ച്വലി. അല്ല, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഈ ഒരു കുട്ടിക്കാലത്തുണ്ടാകുന്ന ഇത്തരം കളിയാക്കലുകൾ എസ്പെഷ്യലി. കാരണം ഇപ്പോൾ ഒരു സ്റ്റാമറിംഗ് ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ എല്ലാവരും അവരെ കളിയാക്കൽ നമ്മൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരുപക്ഷെ നമ്മൾ ഈ സ്റ്റാമറിംഗിലുള്ള ഒരുപാട്, ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സ്പീക്കേഴ്സിൽ ഒരുപാട് ആൾക്ക് സ്റ്റാമറിംഗ് ഉണ്ട്. നമ്മളിപ്പം കേരളത്തിൻ്റെ എനിക്ക് തോന്നുന്നത് EK നായനാർക്കാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് സ്റ്റാമറിങ് മാത്രമല്ല, ഒരുപാട് ആരും പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും ജനിക്കുന്നു വളർന്നൊന്നുമില്ല. പക്ഷേ ഇതിൽ നമുക്കിപ്പം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തുകൊണ്ട്, പക്ഷെ അത് നമ്മുടെ ചെറിയ കാലത്തുള്ള സംഭവത്തിൽ നിങ്ങളത് ഓവർകം ചെയ്തത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അത് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്, കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും. കാരണം ഞാൻ റീസെൻ്റ്ലി ഞാൻ എന്തോ വീഡിയോ പറഞ്ഞു എനിക്ക് വിക്കുണ്ട്. അപ്പം ഞാൻ കണ്ടന്റ് ചെയ്യുമ്പം ഇപ്പോഴും എനിക്കുള്ള കോൺഷ്യസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പോകാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റീടേക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വിക്കി പോകുമ്പോൾ ഞാനത് സെയിം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് ഞാൻ കട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് ചെയ്യുന്നു. അല്ലെങ്കിൽ അത് റീടേക്ക് ഒരു 100 റീടേക്ക് ആയിട്ടാണ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ആക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിക്ക് എനിക്ക് ഇൻസെക്യൂരിറ്റി ആയിട്ടല്ല, ഞാൻ പറയുന്ന ചിലപ്പോൾ ഇൻഫർമേഷൻ ഫുള്ളി ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലോ എന്നുള്ള സംഭവം. കാരണം സോഷ്യൽ മീഡിയ ഇസ് ലൈക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആൾക്കാർ പുഷ് ഓഫ് ആയി പോകുന്നൊരു ലിമിറ്റഡ് സ്പേസിലാണ് അതുള്ളത് ആ കണ്ടന്റ്. സോ അത് പിന്നെ അതല്ല, ഞാൻ ഫിസിക്കലി സംസാരിക്കുമ്പോൾ ഇഫ് ഐ സ്റ്റാമർ ഐ സ്റ്റാമർ. ഫഹാന് കേൾക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ കേൾക്കാം, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ലൈഫിൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് എന്റെ പ്രശ്നമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കാരണം ഞാൻ എന്താണ് സ്റ്റാമറിങ് കാരണം കുറേയൊക്കെ ഇപ്പൊ ഞാൻ MBA ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇന്റർവ്യൂസിന് ഇരിക്കണം. സോ കോളേജിലൊക്കെ വെച്ച് ഞാൻ മറ്റേ ടെൻഷനായിട്ട് സ്റ്റാമർ ആവുന്നുള്ള ഇതിൽ. കാരണം ഞാൻ ഡാൻസിലൊക്കെ ഫുൾ ആക്റ്റീവാണ്.
പബ്ലിക് സ്പീക്കിംഗ് അങ്ങനെ ഇല്ല, അപ്പൊ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. സോ കോളേജ് പുട്ട് മീ ഓൺ ലൈക്ക് ഓൺ റീട്രെയിനിങ് ഫോർ ദ എന്താണ് ഈ ഇന്റർവ്യൂവിനൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ദെയർ ഇൻ മീ, ഇതിന്റെ റീട്രെയിനിങ് വിട്ട് കാര്യമില്ല. ലെറ്റ് മീ സ്റ്റാമർ, ലെറ്റ് മീ അറ്റൻഡ് ദ ഇന്റർവ്യൂ, ഇറ്റ്സ് ഫൈൻ. അങ്ങനെയാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ എനിക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ഉണ്ടാവുന്നു എനിക്ക് തോന്നുന്നത്. ഒരു പ്രായത്തിൽ എല്ലാവർക്കും എനിക്കിപ്പം മുത്താന്നായിരുന്നു ഞാൻ പറയാ. ചിലക്ക് വേർഡ്സ് ചിലത് മാറി എൻ്റെ പറയാറുണ്ട്. ഇപ്പം കസിൻസ് ഒക്കെ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ പണ്ട് പറഞ്ഞ ഡയലോണ്ട്, പൊക്കർ മുത്തപ്പ മൊത്ത തോപ്പാക്ക്, പോക്കർ മുത്താപ്പ മോട്ടർ ഓഫാക്ക് എന്നാണ് പൊക്കർ മൊത്ത ഓഫാക്ക്. ഇത് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷേ ബട്ട് ഐ ഡോണ്ട് കെയർ. എനിക്ക് എന്തോ ആ ഒരു കാര്യത്തിൽ നമ്മള് നമ്മള് കുറെ കളിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ശീലമാവും. ഇപ്പൊ എനിക്ക് സ്കൂളിൽ സംസാരിക്കുമ്പോ ഒക്കെ നമ്മളിപ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, ഒന്നാമത് പേടി, പിന്നെ പഠിക്കാൻ ഭയങ്കര ബോറായതുകൊണ്ട് ഞാൻ ഒന്നും ആൻസർ അറിയില്ല എനിക്ക് ആക്ച്വലി. ഇപ്പൊ അറിയത്തില്ലെന്ന് പേടിക്കും, അടി കിട്ടുന്ന പേടിയിൽ പറയുമ്പോഴത്തേനും ഫുള്ള് ബബ്ബ അടിക്കും. സോ ക്ലാസ്സിൽ പിള്ളേരോട് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങും. അല്ല, ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പം സ്റ്റാഫ് ട്രെയിനിങ് ആണെങ്കിൽ ഓൺട്രപ്രണേഴ്സിനൊക്കെ ട്രെയിനിങ് ആകുമ്പോഴൊക്കെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇൻസെക്യൂരിറ്റി ഈസ് ബിൽഡ് ബേസ്ഡ് ഓൺ ദ പീപ്പിൾ അറൗണ്ട് us. അവർ നമ്മൾ ഇൻസെക്യൂർ ആക്കുമ്പോൾ നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഇൻസെക്യൂർ ആയി പോവാ. അപ്പൊ അത് നമ്മളെ ഹൃദയത്തിൽ കിടക്കും. ഇപ്പൊ പലർക്കും ഉണ്ട്. ഇപ്പൊ കണ്ണ് ആണ്, അല്ലെങ്കിൽ ഇപ്പം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ഇങ്ങനെ പറയായിരുന്നു, നിന്റെ ചുണ്ട് വലുതാണ്, ഇങ്ങനെ വെക്കണം സംസാരിക്കുമ്പോൾ. എനിക്ക് പെൺകുട്ടികളെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഞാൻ ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പം ഒരു +2 ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഒരു പെൺകുട്ടി ഒരു ബാഗ് എടുത്ത് അടിച്ചതിന് ശേഷം മുഖത്തൊക്കെ സംസാരിക്കുന്നപ്പോൾ ഞാൻ നന്നായത്. ഇത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഇന്റർവ്യൂ കാണുന്ന അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരുടെയും ഓരോരുത്തർക്കും ഓരോ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ഈ ഇൻസെക്യൂരിറ്റീസിനെ നമ്മൾ തന്നെ കില്ല് ചെയ്യുക. അതിന്റെ മേലെ നമ്മളൊരു കോൺഫിഡൻസ് നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് ആരും വന്ന് ചെയ്തു തരില്ല, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം നമുക്ക് ഒരുപാട് മുന്നിൽ ഓപ്പർച്യൂണിറ്റി വരും. ഇപ്പം കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളുടെ ഒരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് ഫൈൻഡ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക. എങ്കിൽ എല്ലാവർക്കും പിന്നെ എന്താ പറയാ, നിങ്ങളുടെ കരിയർ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും നമ്മളൊന്ന് എക്സ്പെരിമെന്റ് ചെയ്താലേ അറിയത്തുള്ളൂ വിൽ ഇറ്റ് വർക്ക് ഓർ നോട്ട് എന്നുള്ള കാര്യം. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അറിയത്തില്ല, എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ശരിയാവും അറിയില്ല. ശരിയാവില്ല. അന്ന് പിന്നെ ചെയ്യണ്ട, വെറുതെ സമയങ്ങളണ്ട, അങ്ങനത്തെ ഒരു മോഡായി. ഇപ്പൊ അതല്ലാതെ ഒന്ന് ഇറങ്ങി ചെയ്ത് നോക്ക്. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഒരാൾക്കൊരു ടാലന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്, ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്. അയാളൊരു മീഡിയ കമ്പനിയാണ്, അയാളുടെ കയ്യിൽ ഫോൺ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അയാൾ അതിനെക്കുറിച്ചിട്ട് സംസാരിച്ച് തുടങ്ങുക. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് തുടങ്ങിയാൽ അവിടെ കാര്യങ്ങൾ മാറി ലൈഫ് മാറും, ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ എന്നിട്ടും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഇപ്പം പിന്നെ നമ്മളൊരു കസിനാണ്. അപ്പം അവൾ ഓൾറെഡി കേക്കിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇന്ന് വീഡിയോ ഒക്കെ ചെയ്തോ, നമുക്ക് കുറച്ചുകൂടി ബിസിനസ്സൊക്കെ ഉഷാറാക്കാം, നീ ട്രെയിനിങ് നീ വാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞു, ഇല്ല എനിക്കിപ്പോഴും പറ്റില്ല എന്നുള്ളത്. പക്ഷെ അവൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. ദുബായിൽ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ക്യാമറയുടെ മുന്നിൽ പറയാൻ പേടിയാണ്. ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ഒരു വുമണാണ്. ഇത് ഒരു 10 ആൾ കാണുന്ന സ്പേസിൽ നമ്മളൊരു സദസ്സിൽ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം 10 ആളേ ഉള്ളൂ, ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ 2 ആളേ ഉള്ളൂ. ഇത് 2000 ആൾക്കാരോ മിനിമം ഒരു കണ്ടന്റ് ഒരു 5000 ആൾക്കാർ കാണും നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിൽ ഇടുകയാണെങ്കിൽ. അതിൽ നിന്ന് കിട്ടുന്നൊരു ലവറേജ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്. കാരണം ഇഫ് യു സീയിങ് ഇറ്റ് ഫ്രം ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ ഈ ഷോപ്പിൽ പോയി സാധനം നോക്കി വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് പണ്ട്. ഇപ്പം നമ്മൾ ഓൺലൈൻ ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റിലാണ് നമ്മളിപ്പം ഒരു തീരുമാനം എടുക്കുന്നതാണ്. അതിപ്പം കമ്പനി തുടങ്ങാനാണെങ്കിലും ബിസിനസ് ഒരു സാധനം മേടിക്കാനാണെങ്കിലും പ്രൊക്യൂർമെന്റ് ആണെങ്കിലും എല്ലാം അതെ. സോ എൻഡ് ഓഫ് ദി ഡേ കണ്ടന്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഈസ് വർക്കിംഗ് ഔട്ട് ഇൻ ദ മാർക്കറ്റ്. ഇത് എല്ലാവർക്കും പറ്റും. ഇപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, പിന്നെ അതിലിപ്പോൾ ഫേസ് കൊണ്ടുവന്നില്ല. സോ മെനി പീപ്പിൾ ഹു ആർ ലൈക്ക് ഷോക്കേസിംഗ് ദ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ മേക്കിംഗ് ഫോക്കസ് ചെയ്യുന്നു. അതൊക്കെ ഒരു ഫോം ഓഫ് കണ്ടന്റ് ക്രിയേഷൻ. അല്ലാതെ ഫേസ് വരണമെന്നോ നമ്മൾ തന്നെ സംസാരിക്കണമെന്നൊന്നുമില്ല. BGM കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നു. ഇപ്പൊ പിന്നെ AI ഇപ്പൊ എല്ലായിടത്തും AI വോയിസ് ഓവേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ AI ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇറ്റ്സ് ഓൾ പ്ലേയിങ് എ ഡിഫറെന്റ് റോൾ എവറി ഡേ. ഇമ്പാക്ട് ആണ് ഭയങ്കരമായിട്ട്. എനിക്കിതിൽ ഇപ്പം അനു ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും. ഇപ്പം ഒരുപാട് ഹൗസ് വൈഫ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം GCCയിലാണെങ്കിൽ ഹസ്ബൻഡ് ജോലി അല്ലെ ബിസിനസ്സിന് പോകുമ്പോൾ ഇവർ വെറുതെ മീൻസ് ലൈക്ക് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കൺസ്യൂമറായിട്ട് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന, എന്നാൽ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുന്ന, പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്ന, അല്ലെങ്കിൽ കുക്കിങ്ങിന് കഴിവുള്ള, മെഹന്തി ഇടാൻ കഴിവുള്ള ഒരുപാട് ലേഡീസ് എത്തിയിട്ട് ജസ്റ്റ് ഒരു കൺസ്യൂമറായിട്ട് സ്ക്രോൾ ചെയ്തിട്ട്. ഇതിന്റെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കൺസ്യൂമറായിട്ട് ഇവരിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവരെ കൂട്ടത്തിലുള്ള അന്നൊന്നും വലിയ പെർഫോം ചെയ്യാത്ത ആളുകളൊക്കെ ഇന്ന് വളരെ വലിയ നിലയിലെത്താണ്. ഡിപ്രഷനാണ്. പഠിച്ചോനെ ഞാനൊന്നും ആയില്ലല്ലോ എന്നുള്ള സാധനം വരികയാണ്. ആ പോയിന്റിലെത്തിയാൽ അവർ ഒന്നും ചെയ്യാൻ വിചാരിച്ചൊന്നും ചെയ്യൂല. ഇവർ സ്വന്തം ഒന്ന് കണ്ണാടിന്റെ മുന്നിൽ പോയി നോക്കിയാൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഐ ഹാവ് ദിസ് വൺ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ലൈഫ് ചേഞ്ച് ചെയ്യും. കാരണം ഇപ്പം ഞാനിപ്പോൾ റീസെന്റ് ഓഗസ്റ്റിൽ ഇന്ത്യ പോയപ്പോൾ എൻ്റെ കുറച്ച് പഴയ ഫ്രണ്ട്സിനെ കണ്ടു. എനിക്കവർക്ക് പേഴ്സണലി മീറ്റ് ചെയ്യാനൊക്കെ പറ്റി കുറച്ചുപേരൊക്കെ. സോ അതല്ലേ നീ വലിയ ഇൻഫ്ലുവൻസറൊക്കെ കണ്ട്. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഇൻഫ്ലുവൻസിങ് എനിവൺ. ഐ എം ജസ്റ്റ് ഹാവിങ് ഫൺ ഇൻ മേക്കിംഗ് ദ കണ്ടന്റ്. എനിക്കിങ്ങനെ വാതറൊന്ന് സംസാരിക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടമായി തുടങ്ങി. അപ്പൊ ഞാൻ അത് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇഷ്ടമുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പം പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊച്ചിനെ നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ താനൊക്കെ റാങ്കർ ആയിരുന്നു ക്ലാസ്സിൽ, തൻ്റെ ഒക്കെ പേപ്പർ കോപ്പി അടിക്കാൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഞാനൊക്കെ എങ്ങനെയോ ലൈക്ക് എഡ്ജിൽ പാസ്സായിട്ടുള്ള ആൾക്കാരാണ് ഞാനൊക്കെ. ഞാൻ ഭയങ്കര മറ്റേ പഠിപ്പിച്ചൊന്നുമല്ല. ഞാൻ പറഞ്ഞു താനൊക്കെ പഠിച്ച റാങ്കേഴ്സ് ആയിരുന്നു, താനൊക്കെ എന്തെങ്കിലും ഇരിക്കുന്നത് ലൈക്ക് യു ക്യാൻ ഗിവ് ട്രൈ. ഓ ഇപ്പൊ ഇനി എന്നാത്തിന് എന്നാ ചെയ്യാനാണ് ട്രൈ. എല്ലാവരും ടാലന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൊച്ചിനെ നോക്കി ഇരിക്കാന്ന് പറഞ്ഞു. ഒരു കൊച്ചിനെ നോക്കി ഇരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? എന്റെ ചേച്ചിയുടെ 3 പിള്ളേര് വീട്ടിലുണ്ട്. 2 ദിവസം ഞാൻ പറയാം ഒരു എക്സാമ്പിൾ പറയും. ഇപ്പൊ ഒരു കൊച്ചിനെ നോക്കിയിരിക്കുന്ന ഒരു ലേഡിയാണെന്ന് വിചാരിക്കുക, അല്ല അതിൽ എക്സ്പേർട്ടാണ്. ഇപ്പം അവർ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. നിങ്ങൾ കൊച്ചിന് ഉറക്കേണ്ടത് ഇങ്ങനെയാണ്, ഫീഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഇന്ന ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഇന്ന് പിന്നെ കാര്യങ്ങൾ അവർക്ക് അതായിട്ട് കണക്ട് ചെയ്യുന്നവരുണ്ട് മാർക്കറ്റിൽ. അത് കഴിഞ്ഞ് അവർക്കൊരു ചെറിയൊരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്താൽ കുട്ടികളുടെ ബ്രാൻഡ് അവരുടെ അടുത്ത് പോവും. അല്ല അവരുടെ ബ്രാൻഡ് നമുക്ക് അപ്രോച്ച് ചെയ്താൽ വരുത്തിക്കാൻ പറ്റും. ക്ലോത്തിങ് ഓർ ലൈക്ക് ടൈപ്പ് ഓഫ് ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഇത് ഓൾറെഡി ഹാപ്പണിങ് ആണ് ഈ ലോകത്ത്. ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, നമുക്കൊരു ലൈഫിലൊരു പോയിന്റിൽ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കും. നമ്മളൊരു ഏജ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30 ഒക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച് നമ്മൾ കുറച്ച് ഒരു 2-3 മക്കളൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ്, ഒരു സെൽഫ് എസ്റ്റീം കുറയാണ്, സെൽഫ് ലവ് കുറയാണ്. സൊസൈറ്റിയിൽ എന്താ പറയാ ഒരു റൂൾ ബുക്ക് പോലെ പണ്ട് കാരണവന്മാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാത്തവരൊക്കെ പിന്നെ മോശപ്പെട്ട പെണ്ണുങ്ങളാ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോഴാണ് അതൊക്കെ കുറച്ചെങ്കിലും ഒന്ന് മാറി വരുന്നത്. കാരണം എനിക്കൊന്ന് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേനും ഇപ്പൊ ഒരു പെണ്ണിപ്പം എന്തെങ്കിലും ഔട്ട് ഓഫ് ദി ബോക്സ് ചെയ്താൽ പെണ്ണിനെ മറ്റേ പുകഞ്ഞുള്ളി പുറത്തുള്ള അവസ്ഥയാണ്. ബട്ട് വൺ ഷീസ് അച്ചീവിങ് എവറിത്തിങ്, പിന്നെ അവർക്ക് ഇത് ഞങ്ങളുടെ അരിമോളാ കേട്ടോ അത് പറയും. പക്ഷെ പ്രോസസ്സിൽ ദേ ആർ നോട്ട് അറ്റ് ഓൾ വിത്ത് യു ഇൻ ദാറ്റ് എൻറ്റയർ പ്രോസസ്. അത് കഴിഞ്ഞ് അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാരും പറയും. നമ്മള് അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എനിക്ക് അന്നേ അറിയായിരുന്നു ഈ ചിത്രമൊക്കെ ആവുന്നു. ഏതൊരാള് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുമ്പം ഫസ്റ്റ് ഒരു മൈൻഡ് സെറ്റ് വേണം, ദിസ് ഇസ് നോട്ട് ഫോർ അവർ ഫാമിലിക്കോ നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും വെക്കുന്ന കാര്യം ലൈക്ക് പേഴ്സണൽ ലൈഫ് ഇസ് ഡിഫറെന്റ്, സോഷ്യൽ ലൈഫ് ഇസ് ഡിഫറെന്റ്. ഇപ്പൊ എൻ്റെ ഇപ്പൊ ഇൻസ്റ്റയിൽ കയറിയാലും ഒരു പരിധി വരെയൊക്കെ ഞാൻ ആരെന്താന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഹൂ ആം ഐ പേഴ്സണലി അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല. അത് എനിക്ക് എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതേപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് പലരും തെറ്റിദ്ധരിക്കുന്നത്, ഇപ്പം എൻ്റെ ഓഡിയൻസ് എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ അല്ല, നമ്മളെ സ്ട്രേഞ്ചേഴ്സ് ആണ് നമ്മൾ എക്സാക്ട്ലി നമ്മുടെ ഓഡിയൻസ്. അവർ നമ്മളെ മുൻവിധികളില്ലാതെ കാണും. അവർ നോക്കും നമ്മളെ കോണ്ടന്റിൽ എന്ത് വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ വാല്യൂ പ്രൊവൈഡ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് എക്സ്പെർട്ടൈസ് വെച്ച് അത് കൊടുക്കുകയാണെങ്കിൽ ആ ഓഡിയൻസിലേക്ക് നിങ്ങളെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് തന്നെ അത് മോണിറ്റൈസേഷൻ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്ന പോയിന്റ് ഒരു 3 months 6 months കൺസിസ്റ്റന്റ് ചെയ്ത് ട്രസ്റ്റ് ആക്കിയാൽ then you can divert it. ടിക്ടോക്ക് ഇൻസ്റ്റയൊക്കെ ഉള്ള സമയം മുതൽ ഞാൻ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. പല കണ്ട് ഞാൻ ഡാൻസോ പാട്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചുമ്മാ സംസാരിക്കുന്നത് ഭയങ്കര കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മറ്റേ മൂവി ഡയലോഗ്സിന് ചെയ്യുന്നു, ആക്ടിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് നെവർ ഇൻ ദാറ്റ് ഫ്രെയിം. പക്ഷേ വൺസ് ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് മെൻസ് മെന്റൽ ഹെൽത്ത്, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക് ടാപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഐ കുഡ് സീ ആ കണ്ടന്റ് കയറി തുടങ്ങി. ആൾക്കാരത് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അതിൽ കുറെ ഇൻബോക്സ് വന്നു തുടങ്ങി. ആൻഡ് ഐ എം ലൈക്ക്, so many people are going through this. I didn't knew this. കാരണം എനിക്ക് എൻ്റെ 2-3 ഫ്രണ്ട്സിന്റെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ. ഇപ്പോഴാണ് അറിയുന്നത് ദൈവമേ, there are like a lot of men actually going through this mental health issue. So I started talking about it more. അപ്പോൾ പിന്നെ മനസ്സിലായത് എൻ്റെ ഒരു കണ്ടന്റ് സ്പേസ് അതാണ് ആക്ച്വലി. ആൻഡ് ഞാനിപ്പോൾ അത് ഓഡിയൻസിനെ വിൽക്കുക എന്നുള്ളതല്ലാതെ ഐ ഗീവ് ലൈക്ക് 80% പ്രയോറിറ്റി ടു ദാറ്റ് കണ്ടന്റ്, 20% ടു ലൈക്ക് മോണിറ്റൈസിങ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ഇഫ് യു സീ മൈ പേജ് അതിൽ കൊലാബ്സ് ഭയങ്കര കുറവാണ്.
എനിക്കൊരു ഫുൾ ടൈം ജോലിയുണ്ട്, എനിക്ക് എൻ്റെ ഇൻകം ആടുന്നുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സെൽ മൈ ഓഡിയൻസ് ബിക്കോസ് ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ഓഡിയൻസ് ഫോർ മീ. കാരണം അതൊരു മെന്റൽ ഹെൽത്തിന്റെ ഒരു ടോപ്പിക്കിൽ വന്നിട്ടുള്ള ഓഡിയൻസ് ആണ്. ഐ ഡോണ്ട് വാണ്ട് ലൈക്ക് സെൽ ദം ഓഫ് ടു എനി ബ്രാൻഡ് എൻഡ് ഓഫ് ദി ഡേ. പക്ഷെ അതിപ്പോൾ അത് അവർക്കൂടെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഐ കീപ് ഡൂയിങ് ദാറ്റ്. തീർച്ചയായും അല്ല, ഈ കോണ്ടന്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് എങ്ങനെയാണ് ഒരു മൂവി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ആ മൂവിയിൽ ഏതെങ്കിലും ക്യാരക്ടർ, ചിലപ്പോൾ അത് ഹീറോ ആയിരിക്കും. ആ ഹീറോ സക്സസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കുറച്ച് റിലേറ്റീവ് ചെയ്യാൻ പറ്റും. റീസെൻ്റ്ലി ഇപ്പം നമ്മളിപ്പം ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണ് ശ്രീനിവാസൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത്. ആ ഒരു മൂവീസ് ഇപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ 90s കിഡ്സ് ആണ്. ആ ഒരു ജനറേഷൻ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഓരോ ക്യാരക്ടറും അല്ലെങ്കിൽ ഓരോ സറ്റയറായിട്ട് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ പലർക്കും കൊടുത്തിട്ടുള്ള ഓരോരോ ക്യാരക്ടറും ഓരോരോ റോൾസ് ഉണ്ടല്ലോ പുള്ളിയായിട്ട് കൊടുത്തിട്ടുള്ള. അൺബീറ്റബിൾ മാൻ. അപ്പം അത് റിലേറ്റബിൾ ആണ്. ഈ കോണ്ടന്റ് നമുക്ക് റിലേറ്റ് ആൻഡ് മാസ് ഓഡിയൻസിലേക്ക് ചിന്തിക്കുമ്പോഴാണ് എല്ലാവരുടെയും പ്രശ്നം. ഇവിടെ വർക്ക്ഔട്ട് ആവുന്ന കോണ്ടന്റിലേക്ക് മൈക്രോ ആണ്. എല്ലാവർക്കും വേണ്ടത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനാണ്. ആ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനാണ് കൺവേർഷൻ കൂടുതൽ. ഇപ്പം ബ്രാൻഡ്സ് ആണെങ്കിലും ചെയ്യുന്നത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനാണ്. അപ്പം കുറെ ഈ കൊമേഴ്ഷ്യൽ ബ്രാൻഡ്സ് ആയിട്ട് പോകുന്ന ടീംസ് മാത്രമാണ് 1 million 2 million ഉള്ള. കാരണം അവരുടെ ഒരു വീഡിയോ പ്രൊഡക്ഷൻ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ദേ വാണ്ട് ഇറ്റ് ആസ് ആൻ അഡ്വർടൈസ്മെന്റ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇഫ് യു ലൈക്ക് റിയലി വാണ്ട് ലൈക്ക് ടാപ്പ് ദ ഓഡിയൻസ്, മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് is the best to go with. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയ കൊടുത്തൊരു സ്പേസ് ഉണ്ട്. വുമൻസിനുണ്ട്, ഏജ്ഡ് ആയ ആളുകൾക്കുണ്ട്, ചെറിയ കുട്ടികൾക്കുണ്ട്. എല്ലാവർക്കും ഉള്ളൊരു സ്പേസാണ്. ഞാൻ പറയും ഈ ഒരു കാലഘട്ടം വളരെ ജസ്റ്റിസ് ആണ്. എല്ലാവർക്കും നീതിയാണ്. ഇവിടെ വലിയവനും ചെറിയവനും പൈസക്കാരനും പാവപ്പെട്ടവനൊന്നുമില്ല. എല്ലാവർക്കും ഫ്രീ ആണ് ഈ പ്ലാറ്റ്ഫോമുകൾ ലെവറേജ് ചെയ്യുന്നത്. ബട്ട് വാട്ട് യു ഡു? ഇതിന്റെ പ്രശ്നം നമ്മളൊരു കൺസ്യൂമർ ആയിട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുന്നുള്ളതാണ്. എല്ലാവരും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം സ്ക്രോൾ ചെയ്യാണ്. എത്രത്തോളം യൂസ് ചെയ്യുന്നുള്ളതാണ് അതിന്റെ അകത്ത് വരുന്നത്. ലൈക്ക് ഐ ക്യാൻ കണക്ട് വിത്ത് എ പേഴ്സൺ ഇൻ ഓസ്ട്രേലിയ who might be going through the same mental health issue as me. Same. അത് പണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പൊ പക്ഷെ അതങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ യു ആർ വെൻഡിങ് ഔട്ട് എൻഡ് ഓഫ് ദി ഡേ. ലോകം ചെറുതായി. നമുക്കിപ്പോ ആരെ എവിടെ കണക്ട് ചെയ്യാൻ നമ്മൾ ഈ കോണ്ടന്റ്, ഈ വീഡിയോ നമ്മൾ കോണ്ടന്റ് ചിലപ്പോൾ UK ഇരുന്ന് കാണും, US ഇരുന്ന് കാണും. ഇപ്പൊ നമ്മൾ പല ബ്രാൻഡ് ഇപ്പൊ നമ്മൾ ഷോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒരിക്കലും കേൾക്കാത്ത രാജ്യത്ത് നിന്ന് എൻക്വയറി വരാറുണ്ട്. അവിടെയൊക്കെ ഞാൻ മലയാളത്തിൽ കോണ്ടന്റ് ചെയ്തിട്ട് പോലും ഞാൻ ചിന്തിക്കാറ് ഇവിടെയൊക്കെ മലയാളികൾ ഉണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പം അവരൊക്കെ വാട്ട് യു ആർ സെർച്ചിങ് അത് അവിടേക്ക് എത്തും. പക്ഷെ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ആളുകൾക്ക് 2 ഓപ്ഷൻ ആണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ. ഐദർ യു ക്യാൻ ബി എ കൺസ്യൂമർ, എല്ലാവരും ചെയ്യുന്നത് പോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡോപ്പമൈൻ കിട്ടും, കുറച്ച് പിന്നെ പ്ലഷർ അന്നേരം കിട്ടും, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കിട്ടും, കണ്ണൊക്കെ അടിച്ചു. ഒന്നാമത് ഈ സംഭവം ഉണ്ടാക്കിയ ആളുകൾ, ഈ മെറ്റയുടെ പ്രൊഡക്റ്റ് ഡിസൈനേഴ്സിനെ കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തിയാൽ മനസ്സിലാവും ഇവർ ന്യൂറോ സയൻസും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ PhD എടുത്ത ആളുകൾ, മനുഷ്യൻ്റെ ബിഹേവിയറൽ സയൻസിനെ കുറിച്ച് ഡീപ്പ് നോളജുള്ള ആളുകളാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു മിനിറ്റ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇൻട്രസ്റ്റ് ഉള്ളത് വരും. പിന്നെ ഒരു 3-4 സ്ക്രോൾ കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് അടിക്കാൻ നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒന്ന് തരും. എന്നിട്ട് നിങ്ങളുടെ സമയം കൃത്യമായിട്ട് അവിടെ അവരുപയോഗിക്കുന്നു. ഇവിടെ പ്രൊഡക്റ്റ് ആരാണ്? നിങ്ങളാണ് പ്രൊഡക്റ്റ്, നിങ്ങളാണ് പ്രൊഡക്റ്റ്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളവിടെ പ്രൊഡക്റ്റായിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് ഉണ്ടാക്കാനും മറ്റുള്ളവർക്ക് ലൈക്കും കമൻറ്റും കൊടുത്ത് നമ്മളെ ലൈഫ് കളയണോ, അല്ലെങ്കിൽ അനദർ ഓപ്ഷൻ ടു ബി എ ക്രിയേറ്റർ. പക്ഷെ അതർ സൈഡ് ഇഫ് ഐ സി ഇങ്ങനത്തെ കുറച്ച് കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റബിലിറ്റി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൺസ്യൂമേഴ്സ് ഉള്ളത് കൊണ്ട് there are some entrepreneurs who are getting the visibility as well. Sure. അല്ല നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാവരും ക്രിയേറ്റർ ആവില്ല. ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടാവും, ബേണിംഗ് ഡിസയർ ഉണ്ടാവും. പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അയ്യോ ഞാനിപ്പോ ചെയ്ത ശരിയാവോ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ഫീൽ ആവോ, എന്റെ കുടുംബക്കാരെന്ത് വിചാരിക്കും, എന്റെ കണ്ണിന് എന്ത് പ്രശ്നമുണ്ടോ, എന്റെ മുടിക്ക് പ്രശ്നമുണ്ടോ, എന്റെ തലയ്ക്ക് പ്രശ്നമുണ്ടോ, ഈ ഒരു കോംപ്ലക്സിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തടി കൂടുതലാണോ. ഇപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫസ്റ്റ് ക്ലൈൻ്റ് ആണ്, ഒരു എത്യോപ്യൻ സ്വദേശിയാണ്, റംസീൻ റിയൽ എസ്റ്റേറ്റ് ഓണറാണ്, അഹമ്മദ് എന്നാണ് പേര്. റംസീൻ, അദ്ദേഹത്തിന് 240 മറ്റോ കിലോ ഉണ്ട്. ഞാനങ്ങനെ അദ്ദേഹം കന്തൂറ മാത്രമേ ഇടുള്ളൂ. ഞാൻ പലപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ വാഷ്റൂമിൽ ഇരിക്കാന്ന് പോലും ഞാൻ ചിന്തിക്കാൻ അത്യാവശ്യം തടിയുണ്ട്.
ഞങ്ങൾ ഫസ്റ്റ് കോണ്ടന്റ് ചെയ്യുമ്പം മുമ്പ് റേഞ്ച് റോവറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. ഹബീബി കം ടു ദുബായ് എന്നുള്ളൊരു വീഡിയോ അതായിരുന്നു, അത്യാവശ്യം വൈറലായി, നമ്മളെ കോണ്ടന്റ് ഹിറ്റായി. അതിനുശേഷം പുള്ളിക്ക് കോവിഡ് സമയത്ത് ഒരു ചെറിയൊരു ബിസിനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ കോവിഡിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്ന ബിസിനസ്. ഇന്ന് 14 കമ്പനിയുള്ള ബ്രാൻഡ് ഓണറായി. അതിനുശേഷം പുള്ളി ഒരു കോണ്ടന്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് പുള്ളി കോവിഡിന് ശേഷം, ഞാൻ പലപ്പോഴും ഇങ്ങനെ കളിയാക്കാറുണ്ട്, കോവിഡ് കഴിയല്ല ഇപ്പം എന്താ ചെയ്യാന്ന്. കാരണം കോവിഡിനും പുള്ളി പുള്ളിൻ്റെ ബിസിനസ് കംപ്ലീറ്റ് കോവിഡ്, അതും നോർമൽ ചാർജ് ഒന്നുമല്ല, 1400 അദ്ദേഹം ഒരു ടെസ്റ്റിന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. SEO അത്യാവശ്യം നമ്മൾ 85,000 AD ഒക്കെ സ്പെൻഡ് ചെയ്യുന്നു, അതിന് മാത്രം റിസൾട്ടും ഉണ്ട്. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പം പുള്ളി ഈ സോഷ്യൽ മീഡിയ കൃത്യമായി മനസ്സിലാക്കി പുള്ളി 3 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഒരു ബിസിനസ് സെറ്റപ്പ് കമ്പനി, റിയൽ എസ്റ്റേറ്റ് കമ്പനി, ട്രാവൽ ആൻഡ് ടൂറിസം. ഇന്ന് അദ്ദേഹത്തിന് 14 കമ്പനിയുണ്ട്. എത്യോപ്യയിലെ നമ്പർ 5th ബ്രാൻഡാണ്. അദ്ദേഹവും ബ്രാൻഡ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിനും ബ്രാൻഡ് ചെയ്തു. നമ്മളായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സും സെറ്റ് ചെയ്തു. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ കഴിഞ്ഞ 2 ആഴ്ച മുന്നെയാണ് ഷാറുഖ് ഖാൻ്റെ അടുത്ത് ധനൂപിൻ്റെ അവാർഡ് വാങ്ങിയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് അദ്ദേഹത്തിൻ്റെ തടി ഇപ്പോൾ 164 kg ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു സോഷ്യൽ പ്രഷർ വരാനുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് കൂടാണ്. പിന്നെ നമുക്ക് തോന്നുകയാണ് ഓക്കെ ഇതിങ്ങനെ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയാലും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹെൽത്തിലേക്ക് ഫോക്കസ് ചെയ്യും, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ചിന്ത വരും. ആ സെൽഫ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. അതുപോലെ എനിക്ക് സംസാരിക്കുമ്പോൾ ഇഷ്യൂ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ഇപ്പം കൈക്ക് അല്ലെങ്കിൽ കണ്ണിങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും സുജിത് കോഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഉണ്ട് ഇവിടെ. സുജിത് കോഷി ഹീസ് ഓൺ വീൽ ചെയർ. പുള്ളി ആര്യയുടെ താഴേക്ക് പാരലൈസ് ആണ് ആള്. പുള്ളിക്ക് ആക്ച്വലി ഒരു ആക്സിഡന്റ് വന്നിട്ട് സ്പൈനൽ ഇഞ്ചറി വന്നിട്ടുള്ള ഇഷ്യൂ ആണ്. ഹീസ് എ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഇവിടെ ദുബായിൽ. പുള്ളി ഫിറ്റ്നസ് ട്രെയിനർ ആണ്. പുള്ളിയോട് എന്തെങ്കിലും നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ വിത്തിൻ എ കപ്പിൾ ഓഫ് വീക്സ് ഹി വിൽ ഷോ ഇറ്റ് യു ബാക്ക്. അതാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. ഞാൻ പറയും ഇവന് രാവിലെ എണീറ്റ് ജിമ്മിൽ പോവാം, പണിക്ക് പോകുന്നുണ്ട്, അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അവൻ വണ്ടി ഓടിക്കുന്നുണ്ട്. ഹീ ഈസ് ഡൂയിങ് എവറിഥിങ് മാൻ, എവറിഥിങ്. വി ഗോ ഔട്ട് വിത്ത് അവർ ഫ്രണ്ട്സ് ആൻഡ് സോ ഹീ ഈസ് വൺ ഓഫ് മൈ ആക്ച്വലി ഫ്രണ്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നവിടെ പോകുന്നു, അവൻ വന്ന് ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തിട്ടൊക്കെ പോകും. ഫിസിക്കലി അവന് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് അവന് ഫുള്ള് എല്ലാവരും അവനെ എഴുതി തള്ളുന്ന ഒരാളായിരുന്നു. If he can build himself from that to this, bro, mental health rebuild ആവും. ഫിസിക്കലി ആണ് ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, അത് അവൻ ബിൽഡ് ചെയ്ത്. ഹീ ഈസ് എ TEDx speaker today. He does like give like motivation speaker ആണ് ആള്. അവൻ ചെയ്യാത്തൊന്നുമില്ല, but he is super cool guy. He is an adapter. He's like, yeah, I'm like this, so what I can do. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. and I'm like, bro, സത്യ എന്നെ കൊണ്ട് പറ്റില്ല രാവിലെ എൻ്റെ ജിമ്മിൽ പോകാൻ. ഈവൻ ട്രെയിനറാണ് അവൻ, ഫിറ്റ്നസ് നിങ്ങൾ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കോണ്ടന്റ് ക്രിയേഷനും മെന്റൽ ഹെൽത്തും വളരെ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇറ്റ് ക്യാൻ പുൾ യു ഡൗൺ, ഇറ്റ് ക്യാൻ പുൾ യു അപ്പ്. കാരണം നമ്മളിപ്പോ ഒരു ഭയങ്കര മെന്റലി ലോ ആയിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റ നമ്മളെ കാണിക്കുന്ന കണ്ടന്റ് മൊത്തം ഡാർക്ക് ആയിരിക്കും. മറ്റേ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ചെയ്തു, നിങ്ങളുടെ കാശ് പോകും, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആൻഡ് വി ഗോ ഇൻ ദാറ്റ് ലൂപ്പ് ഷെറ്റ് മാൻ. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, എല്ലാവരും ഫ്രോഡാണ്. ബട്ട് ദർ ആർ പീപ്പിൾ ഹു ആക്ച്വലി ട്രസ്റ്റ്. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ദിസ് ഇയർ വിത്ത് എ ബിഗ് ഫ്രണ്ട്ഷിപ്പ് ലോസ്. കാരണം എനിക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കൂടെ നിന്നിട്ടുണ്ടെന്ന് ആൾക്കാർ വന്ന അടി കിട്ടിയിട്ട് ലൈക്ക് നമ്മൾ വിചാരിക്കാത്ത 2-3 പേരാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. ആൻഡ് ഗെറ്റിംഗ് ദാറ്റ് ബാക്ക്ലാഷ് വാസ് ലൈക്ക് ഡൂഡ് വാട്ട് ദ ഹെൽ ജസ്റ്റ് ഹാപ്പൻ എന്നുള്ള ഇതിൽ സ്റ്റാർട്ട് ചെയ്താൽ. പക്ഷെ ഞാൻ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് ലൈക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടിയ അടിയായിരുന്നത്. സോ വി ഓൾവേസ് ലൈക്ക് ഡൂഡ് ബട്ട് വി നീഡ് ടു ബിൽഡ് ഇറ്റ് ബാക്ക്. We do have a family back home. We need to build it back. We can't depend on one 2% for that. Yes. We need to be out of this shit one. അങ്ങനെയാണ് ഞങ്ങൾ ഓരോരുത്തരും അവരുടെ സ്വന്തം പ്രൈമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ വീണ്ടും ഇറങ്ങി തുടങ്ങി. വീഡിയോഗ്രാഫി, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ഇതിൽ തുടങ്ങി. ഞാൻ ഈവൻസ് വീണ്ടും ഞാൻ ബാക്ക് ടു വർക്ക് തുടങ്ങി. കണ്ടന്റ് ക്രിയേഷൻ ഞാൻ ലൈറ്റായിട്ട് ഞാൻ ചെയ്തു തുടങ്ങി. Then I found out there are so many people in the same zone who are getting like എന്താ പറയുക cheated on in terms of like being a friend, being used as a friend for their own purposes and all. എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ലാസ്റ്റ് ഇയർ സെയിം ഇതേപോലെ നമ്മൾ അത്യാവശ്യം ട്രസ്റ്റ് ചെയ്ത ഒരാളായിരുന്നു. വലിയൊരു 8ന്റെ പണി കിട്ടിയപ്പോഴാണ് ആൻഡ് എവരിബഡി ഗോയിങ് ടു ഡൗൺ, ബട്ട് വി നീഡ് ടു ഫൈറ്റ് ബാക്ക്. വേറെ വഴിയില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ അവരെ വിശ്വസിച്ചല്ല ഇരിക്കുന്നത്, നമ്മളെ വിശ്വസിച്ചിരിക്കുന്നത്. സോ വി കാൻ ഗെറ്റ് ബാക്ക്. പിന്നെ റിവെഞ്ച് ഇസ് നോട്ട് മൈ തിങ്. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഫോർ ദാറ്റ്.
ദൈവം കാണുന്നുണ്ട്. കൊടുക്കാനുള്ള കൊടുക്കും, കിട്ടാനുള്ള കിട്ടും. കണക്കുകളൊക്കെ ശരിയാ. അവിടുത്തെ ബുക്കിലെ കണക്ക് ശരിയാ. എന്റെ പിയാൻഡിൽ തെറ്റായിരിക്കും, അവിടുത്തെ ശരിയാന്ന് ഞാൻ പറയും. ഇത് നമ്മളിപ്പം ഇത് പറയുമ്പോൾ കാണുന്ന ആളുകളോട് നമുക്ക് പറയാം, എല്ലാവർക്കും ലൈഫിൽ നല്ല ഈ There അപ്സ് are ആൻഡ് so many ഡൗൺസ് people. ഉണ്ടാവും. There are so many people around. കാരണം ഞാനിപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ കണ്ടന്റ് ചെയ്തു തുടങ്ങിയപ്പം there were like so many strangers who connected with me on Instagram. ഞാൻ 2-3 പേരായിട്ട് ഞാൻ ലൈക്ക് അവരുടെ ഒരു സീൻ കുറച്ച് എനിക്ക് ഡാക്കാൻ തോന്നിയപ്പം ഐ കണക്റ്റഡ് വിത്ത് ദം ലൈക്ക് ഓൺലൈൻ ആൻഡ് ഓൾ. ഞാൻ സംസാരിച്ചു തുടങ്ങി, അവർ എന്താ നിങ്ങളുടെ കേസ് എന്താ സംഭവം പറ്റിയത്. ഐ ട്രൈ ടു ലൈക്ക് ഹെൽപ്പ് ദം ഔട്ട് ഓഫ് ദാറ്റ് മെന്റൽ തിങ്. അപ്പം പറഞ്ഞ് ഇങ്ങനത്തെ വിചാരിക്കാത്ത കാര്യങ്ങൾ. ആൻഡ് ഐ വാസ് ലൈക്ക് ഡൂഡ്, എനിക്കിട്ടൊക്കെ ഒന്നുമല്ല, ഇതിലും വലിയ പണി ഞാൻ ഈ സെയിം ആള് കൊടുത്തിട്ടുള്ള പണികൾ പോലും ഞാൻ മൾട്ടിപ്പിൾ സ്ഥലത്ത് ഞാൻ അറിഞ്ഞാൽ ഐ ലൈക്ക് ഡൂഡ്. പണ്ട് മറ്റേ എന്താ പറയാ, ഈ ഓരോരോ കമ്പനിയൊക്കെ സെറ്റ് ചെയ്തിട്ട് മറ്റേ ആൾക്കാർ സ്കാം ചെയ്തോണ്ടിരുന്ന പോലെ നൗ ഇറ്റ് ഈസ് ഇറ്റ്സ് വൺ സിംഗിൾ ഹ്യൂമൻ ദേ ആർ ഡൂയിങ് സ്കാം. ലൈക്ക് പണ്ട് ബിസിനസ് സെറ്റ് ചെയ്ത സ്കാം ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഈ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞൊരു സംഭവം പോലെ, ഇറ്റ് ക്യാൻ ബി എ ഫ്രണ്ട്ഷിപ്പ്, ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഇറ്റ് ക്യാൻ ബി റിലേറ്റീവ് ഓർ എനിത്തിങ്. പീപ്പിൾ ആർ നൗ സ്കാംഡ്. യെസ്, കാരണം ഇത് അവിടെയൊക്കെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചതിക്കുക. പലരും ഇത് കാണുന്ന ഒരുപാട് ആൾക്കത്, എസ്പെഷ്യലി യു എയിലൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കൊക്കെ കൃത്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്ക് പണി കിട്ടിയിരിക്കുന്ന ആളുണ്ടാവും. ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാര് ഇറ്റ്സ് നോട്ട് ദ റിയൽ പേഴ്സൺ. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഐ കീപ് ടോക്കിംഗ് അബൌട്ട് മെന്റൽ ഹെൽത്ത്, ഐ കീപ് ഡൂയിങ് വാട്ട് നോട്ട് സംതിങ്. പക്ഷെ എനിക്കുണ്ട് ദിവസങ്ങളിൽ ഐ ലോക്ക് മൈ സെൽഫ് ഇൻ, ഐ ക്രൈ ലൈക്ക് എനിക്ക് വീട്ടിൽ പോകണമെന്നോ ഞാൻ ഇരുന്ന് കറിയും, പക്ഷെ എനിക്ക് നാളെ പണിക്ക് പോകണമെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ നമ്മൾ കാണുന്ന ആൾക്കാരല്ല. ഇൻസ്റ്റയിൽ ഭയങ്കര ചിരിച്ചു കളിച്ച് ഭയങ്കര കൂടെ നടക്കുന്ന ആൾക്കാർ, ഇറ്റ് മൈറ്റ് ബി ടോക്സിക് പീപ്പിൾ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ റൂം. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാരെ വിശ്വസിച്ച് ബ്ലൈൻഡ്ലി വിശ്വസിച്ച് there are people who invest in people just by seeing their videos and then they get scammed. Yes, there are a lot of scam people around. പക്ഷെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വീഡിയോ കണ്ടോ, നിങ്ങൾ എന്റർടൈൻ ആവുന്നുണ്ടോ, ഐ എം ഹാപ്പി. ബട്ട് ഡോണ്ട് like extend or like try to build a relationship with me by seeing my video. ഞാൻ അങ്ങനെയല്ല. ഞാൻ പറയാ പച്ചക്ക, ഞാൻ അങ്ങനെയല്ല. The moment you are my friend, I might just abuse you, I might like yell at you, I might just like come and kidnap you for like coffee. എന്റെ തല തിരിഞ്ഞിട്ടേ ഉണ്ടാവുക ചിലപ്പോ, പക്ഷെ ആ വീഡിയോ കാണുന്ന ആള് വേറെയാണ്. ഇറ്റ്സ് ദാറ്റ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ്, പലർക്കും ഡാർക്ക് സൈഡ് ഉള്ള ആൾക്കാരുണ്ട്. ബട്ട് ദേ like polish it, they put this makeup on and then they just showcase you on Instagram as ഇത്രയും നല്ലവനായ ഉണ്ണി. മറ്റേ ഞാൻ കളിയാക്കും ചിലവരൊക്കെ എനിക്ക് സത്യവസരം ഞാൻ പറയും, ആ രൂപക്കുട്ടിന്ന് കർത്താവൻ ഇറക്കിക്ക, ഈ പുള്ളിയെ പിടിച്ചിരുത്തവിടെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ടെന്ന് പറയുന്നത്. അല്ല, ഇതില് ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, ഈ ഇങ്ങനത്തെ സ്കാമിലൊക്കെ പെട്ടിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, മെന്റലി തളർന്നു പോയ ആൾക്കാരുണ്ട്. കാരണം നമുക്ക് ഒരുപാട് DMs കിട്ടാറുണ്ട്, എല്ലാവർക്കും കിട്ടും. കാരണം നമ്മൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും മോട്ടിവേഷൻ ആവശ്യമാണ്, സെൽഫായിട്ട് നമുക്ക് വേണം. മോർ ദാൻ മോട്ടിവേഷൻ, നമുക്ക് സ്വന്തം ഒരു കൊട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ പഠിക്കുള്ളൂ. വി ഒബ്സർവ് ദാറ്റ് ട്രേറ്റ്. ലൈക്ക് എല്ലാ പണിയും വരുന്ന ഒരു വഴി ഉണ്ടല്ലോ, ആ പാത്ത് നമുക്ക് 2 വർഷം കിട്ടിയാൽ നമുക്ക് അറിയാം, ഓക്കെ ഡൂഡ് ആ വരുന്ന വഴി നിനക്കുള്ള പണി ഒന്ന് നോക്കിക്കോ എന്നുള്ള സംഭവം. പക്ഷെ അത് വരുമ്പോൾ അറിയത്തുള്ളൂ. അതുപോലെ ലൈക്ക് ഇഫ് ഐ ലൈക്ക് ടോക്ക് അബൌട്ട് ഇൻഫ്ലുവൻസും മാർക്കറ്റിംഗ്, നാട്ടിലെ ഒരു മാർക്കറ്റ് വ്യത്യാസമുണ്ട്, UAയിലെ മാർക്കറ്റ് നല്ല വ്യത്യാസമുണ്ട്. There are the small brands who like contact me like in your profile Anu we saw that you do influencer marketing. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് ഏത് ഇൻഫ്ലുവൻസർ പിക്ക് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഇല്ല. ഞാൻ പറയും എല്ലാ ബ്രാൻഡും എല്ലാ ഇൻഫ്ലുവൻസറിനും സൂട്ടബിൾ അല്ല. ഐ ഡോണ്ട് ഡു കോസ്മെറ്റിക് സ്റ്റഫ്സ്, ഐ ഡോണ്ട് ഡു അധികം കോസ്മെറ്റിക്. കാരണം എന്റെ ഓഡിയൻസിന് കോസ്മെറ്റിക് വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല. അങ്ങനെയല്ല, ലൈക്ക് ഇറ്റ് ക്യാൻ ബി ലൈക്ക് എനി കോസ്മെറ്റിക്, ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ ലിപ്സ്റ്റിക് ഓർ ലൈക്ക് ഐലൈനർ ഓർ സ്റ്റഫ്. ഒരുപാട് കോസ്മെറ്റിക്സിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പൈസ കിട്ടുമ്പോഴത്തേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എത്ര ആളുകളെ ചീറ്റ് ചെയ്യുന്നത്. നാളെ ഇയാൾക്ക് ക്യാൻസർ വരും, നമുക്ക് എന്താ പറയാ, ഒരു വാർദ്ധക്യ കാലത്ത് പോലും നമുക്ക് സമാധാനം കിട്ടില്ല. ക്യാൻസറും പോട്ടെ, യു ആർ പേയിങ് ലൈക്ക് $250 for a product which is just worth 20-50 dirhams. Yes. In a way it's അങ്ങനെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, നമുക്കിത് പറയാതെ വയ്യ. കാര്യങ്ങൾ അറിയാണ്ട് എന്തെങ്കിലും പൈസ കിട്ടിയാല് ഏത് പ്രൊഡക്റ്റിനും പോയിട്ട് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് റിസർച്ച് ഇല്ലാതെ 1000 dirhams 500 dirhams കിട്ടില്ല ആരെയും എന്തിനേയും പ്രൊമോട്ട് ചെയ്തിട്ട്. ഈ മാർക്കറ്റ് ഇപ്പൊ UAയിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്പോയിൽഡ്. ബിസിനസ്സുകാരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലൈക്ക് നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ചൂസ് ചെയ്യുമ്പോൾ പഠിക്കുക അവരെ കുറിച്ചിട്ട്. ഇയാൾ നോക്കിട്ട് പോയി എടുക്കുന്ന നിങ്ങളെ ഫോളോവേഴ്സിന്റെ റേഷ്യോയും വീഡിയോസിന്റെ വ്യൂസിന്റെ റേഷ്യോയും വെച്ചൊന്ന് നോക്ക്, കമ്പയർ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പം ഒരു 30 ഡേയ്സിലിട്ട വീഡിയോസിൽ ഒരു 100K അല്ലെങ്കിൽ 200K ഒക്കെ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാ. അവരുടെ ആ ഒരു 30 ഡേയ്സിൽ ഒരു ആവറേജിൽ ഒരു 50K വ്യൂസ് എങ്കിലും മിനിമം വന്നിട്ടുണ്ടെങ്കിൽ
അറ്റ്ലീസ്റ്റ് അത് കുറച്ചെങ്കിലും അത് എന്താ പറയാ ഓർഗാനിക് ഫോളോ എന്ന് വിചാരിക്കാം. വ്യൂസും ഒക്കെ എല്ലാം പെയ്ഡ് ആക്കിയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ട് കാലഘട്ടത്തിലാണ് സ്റ്റിൽ വ്യൂസും എൻഗേജ്മെന്റ്സിലും ബേസിലാണ് ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇൻഫ്ലുവൻസറിൽ. ഇപ്പം ഞാൻ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് ഡു ഇറ്റ് ഫോർ ലൈക്ക് ഓൾ ദ ബ്രാൻഡ്സ്. ഇപ്പം എനിക്ക് കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ബ്രാൻഡാണ്. ഇഫ് ഇറ്റ്സ് യു, ഇഫ് ലൈക്ക് യു ആർ കമ്മിങ് ടു മീ, അനു എനിക്ക് ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ട്, എനിക്കൊരു 8-10 ഇൻഫ്ലുവൻസേഴ്സ് വേണമെന്ന് പറയുമ്പം ഐ വിൽ ലൈക്ക് ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യു ലൈക്ക് വാട്ട് ഈസ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്, എങ്ങനത്തെ ഓഡിയൻസ് എനിക്ക് വേണ്ടത്. ഈസ് ഇറ്റ് ലൈക്ക് എ ഫാമിലി ഓഡിയൻസ് ആണെങ്കിൽ ഫാമിലി കണ്ടന്റ് ചേർന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ആയിരിക്കും ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഗേൾസ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കോസ്മെറ്റിക് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെ പിക്ക് ചെയ്യുക. അല്ലാതെ ഇവിടുത്തെ മാർക്കറ്റിലെ സീൻ എന്താ വെച്ചാൽ 100K അബോവ് ഇവരെടുത്തോ 5 എടുത്തോ. ഈസ് ദ ഓഡിയൻസ് റിലേറ്റബിൾ, ഈസ് ദ ഓഡിയൻസ് ഗോയിങ് ടു ബൈ? അത് പർച്ചേസിന്റെ കൂടി അല്ല, ലൈക്ക് അത് ബ്രാൻഡിങ് അല്ല. ലൈക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഈസ് പ്യോർലി ബ്രാൻഡിങ് ടു ദ ഓഡിയൻസ്, അല്ലാതെ സെയിൽസ് അല്ല. പല ഓൺട്രപ്രണേഴ്സിനും അറിയില്ല എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്. എത്ര സെയിൽസ് കിട്ടും? ഞാൻ പറയും ഇറ്റ്സ് ബ്രാൻഡിങ്, ഇറ്റ്സ് നോട്ട് സെയിൽസ്. ഐ എം നോട്ട് അഗ്രിങ് യു ഫോർ. നമ്മളിപ്പോ ഷോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ലീഡ്സ് പ്രൊമോട്ട് ചെയ്യാറില്ല. നമ്മൾ നിങ്ങളുടെ ഒരു ബിസിനസ് ഓഡിയൻസിനിടയിൽ നമുക്ക് ബ്രാൻഡ് ചെയ്ത് തരും. ലീഡ്സിന് നിങ്ങളിത് പെയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ആഡ് റൺ ചെയ്യണം, ക്യാമ്പയിൻ ചെയ്യണം. അതിൽ നിന്ന് ഇൻഫ്ലുവൻസർ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷനും ആണ് നമ്മളൊരു ടോപ്പിക്കായിട്ട് ഇന്ന് പറഞ്ഞു വന്നത്. സോ ഇത് കാണുന്ന ആളുകളോട് നമുക്ക് 2-3 ടിപ്സ് ആയിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കാൻ പറ്റും? മെന്റൽ ഹെൽത്തിന്റെ ഐ വുഡ് സേ ഇഫ് ഇറ്റ്സ് റിലേറ്റബിൾ ടു യു, അഗെയിൻ റീതിങ്ക് ട്വൈസ്. അതിൽ നെഗറ്റീവ് കണ്ടന്റ്സ് ഉണ്ടാവും, പോസിറ്റീവ് കണ്ടന്റ്സ് ഉണ്ടാവും. നിങ്ങൾ പേഴ്സണലി ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളാവണമെന്നില്ല ആ വീഡിയോ ഇട്ട ആള് സെയിം ഗോ ത്രൂ ചെയ്യാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ടിവിറ്റി തോന്നുമായിരിക്കും, പക്ഷെ ഫുള്ളി ആവണമെന്നില്ല. സോ ഒൺലി പിക്ക് വാട്ട് ഈസ് റിലേറ്റബിൾ ടു യു. അതിൽ നെഗറ്റീവ് ആക്കുവാണ്, ഇഫ് യു ആർ ഗോയിങ് ഇൻ ടു എ ഡാർക്കർ സൈഡ്, ജസ്റ്റ് പുട്ട് ദ ഫോൺ ഓഫ്, ഐസൊലേറ്റ് യുവർ സെൽഫ് ഫോർ എ ഡേ. ഈ ഇലക്ട്രോണിക്സിനൊക്കെ മാറ്റി വെച്ച് ലൈക്ക് ഞാൻ ചെയ്യുന്ന സംഭവം ഐ ഡു ഇറ്റ് എവറി മന്ത്. കാരണം ഒരു മാസത്തിൽ ഒന്ന് ഞാൻ എന്നെ തന്നെ ഞാൻ ഫുൾ ലോക്ക് ചെയ്യും. ഞാൻ വീടിനോടെ പുറത്തു പോയില്ല, ഫോൺ ഞാൻ എവിടെ കോണിൽ വെച്ചിട്ടുണ്ടാവും. അന്ന് അത്യാവശ്യം എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് വിളിക്കുകയും ചെയ്യും, അതിന് തെറി വഴക്ക് ഞാൻ കേൾക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. ഐ വോണ്ട് ടു പ്രയോറിറ്റൈസ് മൈസെൽഫ്. എനിക്ക് എന്നെ റീചാർജ് ചെയ്തില്ലെങ്കിൽ നാളെ എൻ്റെ അടുത്ത് അല്ലെന്നെല്ലാം പറയും, എനിക്ക് അവരെ ഹീൽ ചെയ്യാൻ പറ്റില്ല. ആൻഡ് വൺ മെയിൻ തിങ്, നിങ്ങൾ എത്ര കണ്ടന്റ് കണ്ടാലും കണ്ടില്ലേലും യുവർ ഇൻറ്റ്യൂഷൻസ്, യുവർ ഓറ, യുവർ എനർജി, അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇഫ് യു ഫീൽ അടുത്തിരിക്കുന്ന ആൾ ഓക്കെ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്, ലൈക്ക് you do get that negative energy from a person next to you, step aside, it's fine. Logos അനിക്കുന്നില്ല, you can meet someone else, it's fine. ലോകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, it's fine. If you feel there is a negative aura energy from a person approaching you, step back, just say no. അല്ല, ഇതിൽ ഇപ്പം വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം ഈ കോണ്ടന്റ് ക്രിയേഷനും മെന്റൽ ഹെൽത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവസാനമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ഒരു പ്രോബ്ലം ഉണ്ടാവും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, നിങ്ങൾ ഏത് ചലഞ്ചസിലോ പോവുകയാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നം നിങ്ങളെ മാത്രം പ്രശ്നമില്ല. ഇത് അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് നിങ്ങൾക്ക് കോണ്ടന്റ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മേ ബി അത് നിങ്ങളൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അനു അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സ്റ്റാമറിംഗ് ഉള്ളത് ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ അനു എന്നുള്ളൊരു കോണ്ടന്റ് വന്നത്. സോ ഇഫ് യു ക്യാൻ ഷെയർ യുവർ സ്റ്റോറി, ഹൗ ഡിഡ് യു ഓവർകം, അത് വേറൊരാൾ, കാരണം അത് എവിടെയോ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ. അത് നിങ്ങൾ പച്ചയ്ക്ക് പറയണമെന്നില്ല എന്തൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം. അതിന്റെ ഒരു ഔട്ട്കം, അതല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ഒരു പാത്ത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ അത് ഒരു 10-15 പേർക്ക് അത് ഹെൽപ്ഫുൾ ആവും ചിലപ്പോൾ. സോ keep sharing content, keep enjoying content actually. അല്ല, എൻജോയിങ് കണ്ടന്റ് കൂടെ നമ്മളിപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ ആ കണ്ടന്റ് ഒക്കെ ചെയ്തോളൂ. അതിൻ്റെ കൂടെ ലൈഫിൽ ഒരു പർപ്പസ്ഫുള്ളി ആയിട്ട് കുറച്ച് വാല്യൂ ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കോണ്ടന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഈ സ്പേസ് ലവറേജ് ചെയ്യാം. ദിസ് ഈസ് ഫോർ യു ഗൈസ്. എല്ലാവർക്കും it's a big real estate space that you can invest without money so yeah, and take care of it. Yeah, and success എന്നുള്ളത് ആരുടെ കുത്തേക്കൊന്നുമില്ല, എല്ലാവർക്കും അവകാശം. ഒരു സ്പേസ് കിട്ടിയാൽ പിന്നെ Yeah. So wishing a great 2026 actually. Yes, big successful like prosperous അടിപൊളി പൊളിച്ചടുക്കുന്ന ഒരു 2026 ആവട്ടെ. ഇത് ഇനിയും അടിച്ചു നിൽക്കണ്ട, ലൈക്ക് മറ്റേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ജഗതിന്റെ ലാസ്റ്റ് അതുപോലെ നാളെ തുടങ്ങണ്ട. The best, ഞാനെപ്പോഴും പറയാറുണ്ട്, the best time to start your personal brand is yesterday. The second best time is now. There is no more options. So start today, guys.